ദുബായ് വാട്ടർ ഫ്രണ്ട് വാട്ടർ കനാൽ ഭാഗമാണ്. ഇക്കാണുന്നതാണ് സ്കൾപ്ചർ പാർക്ക്. ഇതിനടുത്തായി തന്നെ ഫ്രീ പാർക്കിംഗ് അവൈലബിൾ ആണ്. നമ്മുടെ ഇന്നത്തെ യാത്ര ക്രൂയിസ് യാച്ചിലൂടെയുള്ള 2 മണിക്കൂർ അടിപൊളി യാത്രയാണ്. ജദ്ദാഫ് മെട്രോ സ്റ്റേഷന് അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ക്രൂയിസ് യാത്ര അഡ്വാൻസായും അതല്ലെങ്കിൽ നേരിട്ടും നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് ഇവിടെ വന്നതിന് ശേഷം ചെയ്താൽ മതിയാകും. പല ടൂർ കമ്പനികളും വ്യത്യസ്തമായ ചാർജസാണ് ഈടാക്കുന്നത്. എനിക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കിട്ടിയത്. ഇപ്പോൾ സമയം 5:15 വൈകിട്ട്. ഈ ഫ്ലോട്ടിംഗ് പയർ അഥവാ ഫ്ലോട്ടിംഗ് ഡോക്കിലൂടെ വേണം ക്രൂയിസിലേക്ക് എത്താനായിട്ട്. ഇവിടെ ഒട്ടനവധി ലക്ഷറി യാച്ചുകളും ഡോ ക്രൂയിസുകളും കാണാൻ സാധിക്കും. ഇതാണ് ക്രൂയിസ് ബോട്ട്. ഇതാണ് ലാ പിസീന 5 സ്റ്റാർ ഹോട്ടൽ. ഇതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് തന്നെയാണ് ക്രൂയിസുകളെല്ലാം ഉള്ളത്. പേയ്മെൻറ്റ് ഇവിടെ വന്നതിന് ശേഷം കൊടുത്താൽ മതിയാകും. ഇന്നത്തെ നമ്മുടെ യാത്ര ദോ ക്രൂയിസിലല്ല, ഈ യാച്ചിലാണ് നമ്മുടെ യാത്ര. ലോവർ ഫ്ലോർ ഈസ് ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്, ഫുള്ളി ഗ്ലാസ് കവേർഡ് ആണ്. അപ്പർ ഡെക്ക് ഓപ്പൺ ഏരിയയാണ്. ഇതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ടെക്നോഡേയ്സിലേക്ക് സ്വാഗതം. ഈ യാച്ചിൻ്റെ ക്യാപ്റ്റൻ്റെ സ്ഥാനം അപ്പർ ഡെക്കിലാണ്. ഇതാണ് കൺട്രോൾ റൂം. ഇവിടെ നിന്നാണ് ക്യാപ്റ്റൻ അഥവാ സ്രാങ്ക് ഈ ബോട്ടിനെ നിയന്ത്രിക്കുന്നത്. ഇതിൻ്റെ അപ്പർ ഡെക്കിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ യാച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വലിയ ദോ ക്രൂയിസ് ഉള്ളത്. ഈ യാച്ചിൻ്റെ ടോപ്പ് ഭാഗം വളരെയധികം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വളരെ വിശാലമായ സ്ഥലമാണ്. ശരിക്കും ഒരു വ്യൂ കിട്ടണമെങ്കിൽ ഇതുപോലുള്ള അപ്പർ ഡെക്കിൽ നിന്നാലേ അതിൻ്റെ കാഴ്ചകൾ ശരിയായ രീതിയിൽ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഈ കാണുന്നതാണ് ഗാർഹൂദ് ബ്രിഡ്ജ്. ഏതോ ഷിപ്പിൽ നിന്നും പാസഞ്ചേഴ്സ് പുറത്തേക്ക് പോകുന്നതാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ യാർഡിൻ്റെ ക്യാപ്റ്റനാണ് ഈ കാണുന്നത്. ഈ യാച്ച് സ്റ്റാർട്ടിങ്ങിലാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. ടോട്ടൽ 2 മണിക്കൂറാണ് ഈ യാത്ര ഉള്ളത്. ഈ യാച്ച് ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഫാമിലി ഫ്രണ്ട്സുമായിട്ടൊക്കെയാണ് എല്ലാവരും ഉള്ളത്. ഞാൻ മാത്രമാണ് തനിച്ച് ഈ യാത്രയിലുള്ളത്. പക്ഷേ അതിൻ്റെ ഒറ്റപ്പെടലൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. കൂടെ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സ് എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. കൂടാതെ ഈ ബോട്ടിലെ സ്റ്റാഫുകളെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്കായി ഒരു പ്രത്യേക ഇരിപ്പിടം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരുക്കി തന്നു അവർ. അൺലിമിറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് അവർ ഇത് എത്തിച്ചു തരുന്നുണ്ട്. വളരെ നല്ല പെരുമാറ്റം. അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള വിലക്ക് ഇത്രയധികം സർവീസ് ചെയ്യുന്നത് എന്നെ അതിശയിപ്പിച്ചു. ഇക്കാണുന്നതാണ് ബിസിനസ് ബേ ക്രോസിംഗ് ബ്രിഡ്ജ്. ഇതിൻ്റെ താഴ്ഭാഗത്ത് കൂടെ ബോട്ടിലൂടെയുള്ള യാത്ര ആദ്യമായിട്ടാണ്. ബ്രിഡ്ജിലൂടെ സ്ഥിരമായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നതാണ്. പക്ഷേ ഈ യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. 2 ബ്രിഡ്ജുകളാണ് ഇവിടെയുള്ളത്. ഈ ബ്രിഡ്ജിനെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഇതുപോലൊരു ടവർ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു കൺസ്ട്രക്ഷൻ തന്നെ. ഇക്കാണുന്നതാണ് അൽ ജദ്ദാഫിലെ ദോയാർഡ് ബിൽഡിംഗ് ഏരിയ. ഈ പുസ്തക രൂപത്തിലുള്ള ബിൽഡിംഗ് ആണ് മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറി. ഇതും ജദ്ദാഫ് ദോയാർഡിന് സമീപം തന്നെയാണ് ഉള്ളത്, വാട്ടർ ഫ്രണ്ട് ഏരിയയിൽ. ആ കാണുന്നതാണ് ക്രീക്ക് ഹാർബർ. നമ്മൾ ആ ഭാഗത്ത് കൂടിയാണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി. അതിൻ്റെ വാട്ടർ ഫ്രണ്ട് വ്യൂ ആണിത്. ഇന്ന് ചൂട് കൂടിയ ദിവസമാണ്. എങ്കിലും ഈ യാത്രയിൽ ചെറിയ ഇളം കാറ്റ് കിട്ടുന്നുണ്ട്. എല്ലാവരും ഫോട്ടോയും വീഡിയോയും എടുക്കുന്ന തിരക്കിലാണ്. ലോവർ ഫ്ലോറിൽ ഉണ്ടായിരുന്നവരെല്ലാവരും അപ്പർ ഫ്ലോറിലേക്ക് വന്നു. ഇവിടെ നിന്നാലാണ് ഏറ്റവും നല്ല വ്യൂസ് കിട്ടുക. ക്രീക്ക് ഹാർബറിൻ്റെ ഒരു ഭാഗമാണിത്. ഇപ്പോൾ ദുബായിലുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണിത്. ഇവിടെ പുഴയുടെ അകത്തേക്ക് കുറച്ച് തള്ളി നിൽക്കുന്ന ഭാഗമുണ്ട്. ക്രീക്ക് ഹാർബർ പബ്ലിക് വ്യൂയിങ് ഏരിയ ഡക്ക് എന്നാണ് അതിന് പറയുന്നത്.
ഇവിടെ സഞ്ചാരികളുടെ വളരെയധികം ഒഴുക്കുണ്ട്. ശരിക്കും ഒരു ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഈ ഭാഗത്തും ബോട്ട് സർവീസുകളെല്ലാം ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പുതിയ നിർമ്മിതികളാണ് ഇത്. ഇതാണ് ദുബായിയുടെ സ്കൈലൈൻ ഏരിയ. അങ്ങകലെ കാണുന്നതാണ് ബുർജ് ഖലീഫ. വളരെ നല്ലൊരു വ്യൂ. ഇവിടെ നിന്നും കുറച്ചുകൂടി പോയാലാണ് റാസൽ ഖോർ വൈൽഡ് ലൈഫ് സാനിച്ചറി ഉള്ളത്. അവിടെയാണ് വ്യത്യസ്തമായിട്ടുള്ള ഫ്ലമിംഗോകളും മറ്റും കാണുവാൻ സാധിക്കുക. റാസൽ ഖോർ പോർട്ട് ഇവിടെയാണ് ഏറ്റവും ഹയസ്റ്റ് ബിൽഡിങ്ങിന് വരുവാൻ പോകുന്നത്. ഇപ്പോൾ ഡിന്നർ ബുഫയുടെ നേരമായി. അസ്തമയ സൂര്യൻ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഡിന്നർ ബുഫെ. സലാഡ്സുകൾ, റൈസ്, നൂഡിൽസ്, വെജിറ്റബിൾ കറി, ദാൽ കറി, മീറ്റ് കറി, കബാബ്. അടിപൊളിയല്ലേ? ഇതെല്ലാം അൺലിമിറ്റഡ് ആണ് കേട്ടോ. ദുബായ് സ്കൈലൈനും ബുർജ് ഖലീഫയും കണ്ട് വളരെ ആസ്വാദ്യമായിട്ട് ഒരു ഡിന്നർ. പൊളിയല്ലേ? ഈ യാത്രയിൽ ഒട്ടനവധി കാര്യങ്ങൾ നേരിട്ട് തന്നെ കണ്ട് ആസ്വദിക്കേണ്ടതാണ്. എല്ലാം ക്യാമറയിൽ വ്യക്തമായിട്ട് പതിഞ്ഞു എന്ന് വരില്ല, എങ്കിലും ചില ഭാഗങ്ങളെല്ലാം ഞാൻ കാണിക്കാം. ഇതാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. റാസൽ ഖോറിലെ പുതിയ ഡൗൺ ടൗൺ ഏരിയയാണ്. എല്ലാവരും ലോവർ ഡെക്കിലേക്ക് ഇറങ്ങി. ഇനിയുള്ള കാഴ്ചകളാണ് രസകരം. ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ. ഇതാണ് ലോവർ ഫ്ലോറിലെ കാഴ്ച. ഫുള്ളി എയർ കണ്ടീഷൻഡ് ആൻഡ് ഫുള്ളി ഗ്ലാസ് കവേർഡ് ആണ്. വളരെ നല്ല സീറ്റിംഗ് കപ്പാസിറ്റിയും മറ്റുമുള്ള വിശാലമായ ഒരു പ്ലേസ്. ഇവിടെയാണ് തനോര ഡാൻസ് ഷോ ഉള്ളത്. നമുക്കത് കണ്ടു നോക്കാം. അതിനുശേഷം വളരെ രസകരമായിട്ടുള്ളൊരു പപ്പറ്റ് ഷോ കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ആ ഷോയിലേക്ക് നമുക്ക് പോകാം. The best tandoor dancing from Egypt.
ഈ ഡാൻസ് കളിക്കാൻ വരുന്ന ആളുകൾക്കും താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള അവസരവും ഇവർ നൽകുന്നുണ്ട്. പക്ഷേ ഈ ഡാൻസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കാഠിന്യവും ഇതിൻ്റെ ബുദ്ധിമുട്ടും നമുക്ക് മനസ്സിലാവുക. അടുത്തതായാണ് പപ്പറ്റ് ഷോ. ഇതാണ് പപ്പറ്റ് ഷോ. എല്ലാവരും വളരെയധികം ആസ്വദിച്ച ഒരു ഷോ തന്നെയാണിത്. ഇന്നത്തെ യാച്ചിൻ്റെ യാത്ര കഴിഞ്ഞിരിക്കുകയാണ്. 2 മണിക്കൂർ പോയത് അറിഞ്ഞതില്ല. വളരെ നല്ല ഒരു സായാഹ്ന യാത്രയായിരുന്നു ഇത്. നമ്മുടെ യാച്ച് പോർട്ട് ബെർത്തിലെത്താനായി.
ഇതാണ് യാച്ചിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇവിടെയും കുറച്ച് ഇരിപ്പിടങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡോക്കിംഗ് സ്റ്റേഷൻ എത്താനായി. എത്ര മനോഹരിയാണല്ലേ ബിസിനസ് ബേ. ഇതാണ് നമ്മൾ യാത്ര പുറപ്പെട്ട സ്ഥലം. അവിടേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഏകദേശം 8 മണിയോടുകൂടി തന്നെ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു. അപ്പോൾ ഈ യാത്ര കണ്ട എല്ലാവർക്കും നന്ദി. ഇതുപോലുള്ള യാത്രകൾ ഇനിയും നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. ബൈ.